കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവരുടെ വോട്ടുകൾ കൂടി കൊണ്ടായിരുന്നു. ക്രൈസ്തവ മേഖലകളിൽ സുരേഷ് ഗോപി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ക്രൈസ്തവർ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. കാസ പോലെയുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകളെ BJP ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ക്രൈസ്തവരും സംഘപരിവാറും തമ്മിൽ കേരളത്തിൽ അകലുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് പുതുശ്ശേരി സുരഭി നഗറിൽ കുട്ടികൾ ഉൾപ്പെട്ട കരോൾ സംഘത്തെ BJP പ്രവർത്തകൻ ആക്രമിച്ച സംഭവം ക്രൈസ്തവർ ഏറ്റെടുത്തിരിക്കുന്നു. ഡിസംബർ 21 രാത്രിയാണ് സംഭവം നടന്നത്. കുട്ടികളുടെ ബാൻഡ് സെറ്റിൽ CPM എന്ന് എഴുതിയിരുന്നു. ഇതാണ് BJP പ്രവർത്തകൻ അശ്വിൻ രാജിനെ പ്രകോപിപ്പിച്ചതും കുട്ടികളെ നിഷ്കരുണം ആക്രമിച്ചതും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ആക്രമണത്തിന് വിധേയമായത്. ഈ ആക്രമണത്തെ മലങ്കര കത്തോലിക്ക സഭയുടെ തലവൻ കർദിനാൾ മാർ ബസേലിയസ് ക്ലീമിസ് അപലപിച്ചു. ഒരു വശത്ത് മോദി ക്രിസ്തുമസ് ആശംസ നൽകുകയും മറുവശത്ത് ക്രിസ്തുമസ് പരിപാടി ആഘോഷിക്കുന്നവരെ ആക്രമിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രൂക്ഷമായ ഭാഷയിലാണ് കർദിനാൾ മാർ ബസേലിയസ് ക്ലീമിസിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതേസമയം UPയിൽ ക്രിസ്മസിന് അവധിയില്ല. UPയിൽ ക്രിസ്മസിന് അവധി നിഷേധിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. UPയിൽ ക്രിസ്മസിന് അവധിയില്ല എന്ന് മാത്രമല്ല, കുട്ടികൾ നിർബന്ധമായും സ്കൂളുകളിൽ ഹാജരാകണം. കുട്ടികൾക്ക് ക്രിസ്മസ് ദിനത്തിൽ ഹാജർ നിർബന്ധമാക്കിയിരിക്കുന്നു യോഗി ആദിത്യനാഥ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ക്രൈസ്തവരുടെ വിശ്വാസങ്ങൾക്ക് നേരെ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നു. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്നൊരു തെറ്റ് മാത്രമേ തൃശ്ശൂരിൽ ക്രൈസ്തവർ ചെയ്തിട്ടുള്ളൂ. പിന്നീട് BJPയുടെ തനിനിറം അവർ കണ്ടു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം ക്രൈസ്തവർക്ക് വലിയ പ്രതിഷേധം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കൊടുത്ത വോട്ടുകൾ കോൺഗ്രസിന് കൊടുത്ത് അവർ പശ്ചാത്താപം ചെയ്തു. സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളൊക്കെ അതേപടി ചോർന്നു പോകുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കണ്ടത്. മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്മസിനെതിരെ വലിയ ഒരു പ്രചരണം നടക്കുകയാണ്. വിശ്വാസികളെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രചരണം. കേരളത്തിലും അത് നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ശ്രദ്ധേയം. ഒരു വശത്ത് മോദി ക്രിസ്തുമസ് സന്ദേശം നൽകുന്നു, മറുവശത്ത് BJPയും സംഘപരിവാറും ക്രിസ്തുമസ് ആഘോഷത്തെ തടയുന്നു. ഇതാണ് സ്ഥിതിവിശേഷം. ഈ സ്ഥിതിവിശേഷം ഇപ്പോൾ ക്രൈസ്തവരുടെ രോഷത്തിന് കാരണമായി മാറിയിരിക്കുന്നു. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും നല്ല വേരോട്ടമുള്ള കേരളത്തിൽ ക്രൈസ്തവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ കരോൾ സംഘത്തെ ആക്രമിച്ചത് ക്രൈസ്തവർ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ BJPക്ക് പാടുപെടേണ്ടി വരും എന്നത് ഉറപ്പ്. എന്തായാലും തൃശ്ശൂരിൽ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിയെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി BJP ഇറക്കിയിരുന്നു. പക്ഷേ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് വലിയ തെറ്റാണെന്ന്, വലിയൊരു അബദ്ധമാണെന്ന് ക്രൈസ്തവർ തിരിച്ചറിയുകയും ചെയ്തു. ഒരു വശത്ത് വേട്ടക്കാരനും ഒരു വശത്ത് രക്ഷിതാവും. ഇങ്ങനെയാണ് സംഘപരിവാർ തങ്ങളുടെ മതത്തോട് പെരുമാറുന്നതെന്ന സത്യം ക്രൈസ്തവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിലും ക്രിസ്മസ് ആഘോഷത്തിനെതിരെ ആക്രമണം നടന്നതിനെ
പൂർവമായാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ഈ സാഹചര്യത്തിൽ. അതേസമയം പുതുശ്ശേരി സുരഭി നഗറിൽ കുട്ടികൾ ഉൾപ്പെട്ട കരോൾ സംഘത്തെ ആക്രമിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് പാലക്കാട്ടെ BJP നേതാവ് C. കൃഷ്ണകുമാർ രംഗത്തെത്തിയത് വിവാദമായി മാറിയിരിക്കുന്നു. കുട്ടികൾ മദ്യപിച്ചിരുന്നു എന്നാണ് C. കൃഷ്ണകുമാറിൻ്റെ കണ്ടെത്തൽ. ഇതിനെതിരെ പോലീസിൽ പരാതിയുമായി നിയമ നടപടിയുമായി പോകാൻ ഒരുങ്ങുകയാണ് കുട്ടികളുടെ രക്ഷകർത്താക്കൾ. മാത്രമല്ല, DYFI സ്വന്തം നിലയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പാലക്കാട് സംഘടിപ്പിക്കുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. 1500 ഇടങ്ങളിൽ DYFIയുടെ ക്രിസ്മസ് ആഘോഷം നടക്കും. തടയാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കും എന്നാണ് DYFIയുടെ മുന്നറിയിപ്പ്. എന്തായാലും പണി കിട്ടിയപ്പോൾ ക്രൈസ്തവർക്ക് കാര്യം മനസ്സിലായി. BJP ഇപ്പോഴും ക്രൈസ്തവ വിരുദ്ധർ തന്നെ. BJPയും ക്രിസ്ത്യാനികളും അകലുകയാണ് ഈ സമകാലിക കേരളത്തിൽ.